ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. ഇന്ന് നമ്മൾ പോകുന്നത് അബുദാബിയിലെ അലൈനിലുള്ള ഫ്ലവർ ഫെസ്റ്റിവൽ കാണുവാനാണ്. ഈ ഫ്ലവർ ഫെസ്റ്റിവലിനെ അലൈനിലെ മിറാക്കിൾ ഗാർഡൻ എന്നാണ് ആളുകൾ വിളിക്കുക. കാരണം അത്രയധികം പൂക്കൾ കൊണ്ടാണ് ഒരു ചെറിയ മിനി മിറാക്കിൾ ഗാർഡൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ വർഷം അലൈനിലെ ഫ്ലവർ ഫെസ്റ്റിവൽ നടത്തുന്നത് അൽ സരൂജ് പാർക്കിലാണ്. 1200 ചതുരശ്ര മീറ്ററിലാണ് ഈ വർഷത്തെ അലൈൻ ഫ്ലവർ ഫെസ്റ്റിവൽ നടത്തുന്നത്. അത്രയും വലിയ വലുപ്പത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് കൂടാതെ ഇത് ഒരു ഐയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നടത്തുന്നത് അൽ സരൂജ് പാർക്കിലാണ്. അൽ സരൂജ് പാർക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് അലൈൻ ടൗൺ സെൻറ്ററിൽ നിന്നും ഏകദേശം 5 കിലോമീറ്റർ മാത്രം മാറിയാണ്. അതായത് അൽ റാഡിസൺ ബ്ലൂ ഹോട്ടലിൻ്റെ അടുത്തായിട്ടാണ്, അല്ലെങ്കിൽ ധനാത്ത റിസോർട്ടിൻ്റെ അടുത്തായിട്ടാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയി അവിടുത്തെ കാഴ്ചകളെല്ലാം കാണാം. അതിനു മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. ഈ വർഷം 1.5 ദശലക്ഷം പൂക്കൾ കൊണ്ടാണ് ഈ ഫ്ലവർ ഫെസ്റ്റിവൽ ഇവർ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ 54ഓളം പുഷ്പശില്പങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ലവിൻ്റെ ചിഹ്നങ്ങൾ, ബട്ടർഫ്ലൈയുടെ ചിഹ്നങ്ങൾ, അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ, ഓവൽ ഷേപ്പിൽ കമാനങ്ങൾ, പൂക്കൾ കൊണ്ട് കമാനങ്ങൾ തീർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൊക്കുകൾ, അങ്ങനെ പല തരത്തിലുള്ള പല ഷേപ്പിലുള്ള 54ഓളം ഷേപ്പുകൾ കൊണ്ടാണ് പുഷ്പശില്പങ്ങളാണ് ഇവരിവിടെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അവിടെ പോയി അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. ദുബായിലെ മിറാക്കിൾ ഗാർഡനിൽ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം, നമ്മളവിടെ പോയി ഓരോരോ സ്ഥലങ്ങളിൽ പോയി ഫോട്ടോ എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇതും തികച്ചും ഫ്രീ ആയിട്ട് തന്നെ അലൈനിലുള്ള ആളുകൾക്ക്, അതുപോലെ ദുബായിലുള്ള ആളുകൾക്ക് ആർക്ക് വേണമെങ്കിലും ഇവിടേക്ക് വരാം. ഒത്തിരിയധികം വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ആളുകളെല്ലാം ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ കൊണ്ട് ഈ ഈവനിങ് സമയം നിറഞ്ഞു നിൽക്കുകയാണ്, ആളുകൾ കൊണ്ട് ഒഴുകി നടക്കുകയാണ്. അതുപോലെ തന്നെ ഈ പ്രദർശനം സ്റ്റാർട്ട് ചെയ്യുന്നത് വൈകുന്നേരങ്ങളിൽ 4 മണി തൊട്ട് 10 മണി വരെ വരത്തുള്ളൂ. 4 PM to 10 PM ആണ്. 10 PM ഒരു 9:50 ആകുമ്പോഴത്തേക്കും ഇവർ എൻട്രി ക്ലോസ് ചെയ്യും. അതുപോലെ തന്നെ പാർക്കിംഗ് തികച്ചും ഫ്രീ ആണ്. വളരെ ലാർജ് ഏരിയയിലാണ് ഇവർ പാർക്കിംഗ് ഒരുക്കിയിരിക്കുന്നത്. അൽ സരൂജ് പാർക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് റാഡിസൺ ബ്ലൂവിനും ധനാത്ത് റിസോർട്ടിനും ഇടയിലായിട്ടുള്ളൊരു സ്ഥലത്താണ്. ടൗണിൽ നിന്ന് ഏകദേശം ഒരു 7 കിലോമീറ്ററോളം സന്ദർശിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ അൽ സരൂജ് പാർക്കിലെത്താം. ഇനി ആ ലൊക്കേഷൻ അറിയത്തില്ലാത്ത ആൾക്കാർക്ക് വേണ്ടി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലൊക്കേഷൻ ഇട്ടേക്കാം. നിങ്ങൾ ഈ ഫെസിലിറ്റി നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. കൂടാതെ ഇതിനുള്ളിൽ തന്നെ ഒത്തിരി സ്റ്റാളുകളുണ്ട്. ഈ സ്റ്റാളുകളിൽ നമുക്ക് വെറൈറ്റി ഫുഡ്സ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അതിന് ഫീസുണ്ട്. കൂടാതെ നമുക്ക് ഫ്ലവേഴ്സിൻ്റെയും അതുപോലെ തന്നെ പല പല ചെടികളുടെയും എല്ലാം നമുക്ക് സീഡ്സ് ഇവിടെ വാങ്ങാൻ സാധിക്കും. അതിനെല്ലാം പേയ്മെൻ്റ് ഉണ്ട്. ഓരോ ഏരിയ ഇവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ പുഷ്പമേള സ്റ്റാർട്ട് ചെയ്തത് February 8 17 വരെയാണ് ഇവർ ഇതിന് വേണ്ടി പറഞ്ഞേക്കുന്നത്. അതായത് 10 ദിവസത്തേക്ക് മാത്രമായിട്ടാണ് ഈ പുഷ്പമേള. എല്ലാ വർഷവും അലൈൻ മുനിസിപ്പാലിറ്റി നടത്തി വരുന്ന പുഷ്പമേളയുടെ ഭാഗമായിട്ടാണ് ഈ വർഷം അൽ സരൂജ് പാർക്കിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം അൽ ജഹ്ലി പാർക്കിലായിരുന്നു. അതിനെപ്പറ്റി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ആ വീഡിയോയുടെ ലിങ്കും ഞാൻ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് തികച്ചും ഫ്രീ ആയിട്ട് ഇവിടെ വരാം, എൻജോയ് ചെയ്യാം. വൈകുന്നേരങ്ങളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കാലാവസ്ഥ നല്ല കാലാവസ്ഥയാണ്, ഒത്തിരി ചൂടില്ല. ഉദ്യാന നഗരമായ അലൈനിൽ നിങ്ങൾ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ സന്ദർശിക്കുകയാണെങ്കിൽ പരമാവധി ഈ ഫെസിലിറ്റി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇതാണ് ഇതിൻ്റെ മിഡിലായിട്ട് കാണപ്പെടുന്ന ഒരു ഏരിയ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ അലൈൻ എന്ന് പൂക്കൾ കൊണ്ട് തന്നെ ഇവർ മനോഹരമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് വളരെ വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരു ഫോട്ടോ ഫ്രെയിം ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ സ്റ്റെപ്പിന് മുകളിലായിട്ടാണ് ഒരു ഇരിക്കാനുള്ള ഇരിപ്പിടമൊക്കെ ഉള്ള ഒരു സ്ഥലമുണ്ട്. ആ ഏരിയയിൽ നിന്ന് നോക്കിയാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാം. ഫോട്ടോ ഫ്രെയിമിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് അലൈൻ എന്ന് എഴുതിയ ഫ്ലവർ കൊണ്ട് എഴുതിയേക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കിട്ടും. അവിടെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരെ കൊണ്ട് തിരക്കാണ് എപ്പോഴും. അതുപോലെ വൈകുന്നേരങ്ങളിൽ കുട്ടികൾക്കുള്ള പല പല ഗെയിംസ് ഇവിടെ നടക്കാറുണ്ട്. അതിൻ്റെ പ്രോത്സാഹന സമ്മാനങ്ങൾ ഇവരിവിടെ കൊടുക്കുന്നുമുണ്ട്. വൈകുന്നേരങ്ങളിൽ പല പല കലാപരിപാടികളുണ്ട്. അതുപോലെ തന്നെ ഒരു സ്റ്റേജ് ഉണ്ട്. നിങ്ങൾ കാണുന്ന ഓവൽ ഷേപ്പിലുള്ള സ്റ്റേജുകളാണ്. ആ സ്റ്റേജിൽ പല കലാപരിപാടികളും നടക്കുന്നുണ്ട്. അതുപോലെ ഈ കാണുന്ന സ്റ്റോൾസിൽ നിന്ന് നമുക്ക് മേടിക്കാം. ഒത്തിരി ആളുകൾ നടന്ന് മടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇരിക്കാനും ഒക്കെ ആയിട്ട് ധാരാളം കസേരകൾ, ബെഞ്ചുകളെല്ലാം ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് വൈകിട്ട് 9 മണി കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഇടദിവസം ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി തിരക്ക് അനുഭവപ്പെട്ടില്ല. അല്ലാത്ത ദിവസങ്ങളിൽ, അതായത് ഒരു 8 മണി വരെ ഒത്തിരിയധികം ആളുകൾ വന്ന് പോകുന്നുണ്ട്. മലയാളികൾ കൂടുതൽ പേരെയും കാണാൻ സാധിച്ചു. വളരെ നയനമനോഹരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾ ഈ ഫെസിലിറ്റി തീർച്ചയായിട്ടും ഉപയോഗിക്കാൻ ശ്രമിക്കുക. കൂടാതെ അൽ സരൂജ് പാർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഈ കാണുന്ന
ഈ പാർക്കിൻ്റെ മറ്റൊരു സ്ഥലത്തായിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കുട്ടികൾക്കായിട്ടുള്ള റൈഡുകളുണ്ട്. അതിന് പേയ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഫാമിലിക്കായിട്ട് ടെൻറ്റ് ചെയ്യാനുള്ള ഒരു വലിയ ലാർജ് ഏരിയയും നേരത്തെ തന്നെ അലൈൻ മുനിസിപ്പാലിറ്റി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഏരിയയിലേക്ക് ആൾക്കാരെ കൂടുതലായിട്ട് ആകർഷിക്കുന്നതിന് ഭാഗമായിട്ടാണ് ഈ വർഷം അൽ സരൂജ് പാർക്കിൽ ഫ്ലവർ ഫെസ്റ്റിവൽ നടത്തുന്നത് 2025. ഞാൻ ഓൾറെഡി പറഞ്ഞു 1.5 മില്യൺ ഫ്ലവേഴ്സാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ 1200 ചതുരശ്ര മീറ്റർ വലിപ്പത്തിലാണ് ഇവർ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ഫ്ലവർ ഫെസ്റ്റിവലിൻ്റെ സംഭവങ്ങൾ. അതുപോലെ തന്നെ ഇതിനൊരു വലിയ ഒരു കണ്ണിൻ്റെ ആകൃതിയിലാണ് ഇത് ഫുള്ളായിട്ട് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു കണ്ണിൻ്റെ കൃഷ്ണമള്ളിയുടെ നടുക്കായിട്ടാണ് ആ വരുന്ന ഒരു ഏരിയയിൽ ആണ് അലൈൻ എന്ന വൈറ്റ് ഫ്ലവർ കൊണ്ട് എഴുതിയിരിക്കുന്നത്. വളരെ മനോഹരമാണ്, ആകാശവും വളരെ മനോഹരമാണ്. അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഈ വീഡിയോയുടെ ആദ്യമേ തന്നെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഫെസിലിറ്റി തീർച്ചയായിട്ടും ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നു. കാരണം ഇത് തികച്ചും ഫ്രീ ആണ്. ഇത് ഫെബ്രുവരി 17 വരെ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ബാക്കി നമുക്ക് കാണാം, എൻജോയ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ് ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. ഇവിടെ വന്നപ്പോഴാണ് ഇവിടെ കയറി വരുന്ന ഇതിൻ്റെ എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് അലൈൻ ഫ്ലവർ ഫെസ്റ്റിവലിന് ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ്, എവിടേക്കാണ് ഇതിൻ്റെ കാര്യങ്ങളുള്ളത്, സ്റ്റേജുകളുള്ളത്, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഫ്രെയിം ഉള്ളത്, അതുപോലെ ഐയുടെ ഷേപ്പിലുള്ള ഫ്ലവർ ഉള്ളത്, അതുപോലെ കിറോസ്കി ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവരുടെ മാപ്പിൻ്റെ അകത്ത് കറക്റ്റായിട്ട് ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കാണാം, ലൈറ്റുകൾ കൊണ്ട് ഈ ഫ്ലവേഴ്സിനെ കൂടുതലായിട്ട് ഇവർ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആകർഷകത്വം കിട്ടും. ഇപ്പം കാണുന്നതാണ് കല്ലുകൾ കൊണ്ട് ഇതിൻ്റെ ഫ്ലവർ ഫെസ്റ്റിവലിൻ്റെ സൈഡിലെ ബോർഡറുകളെല്ലാം ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഈ കാണുന്ന ഐയുടെ ഷേപ്പിന് കൂടുതലായിട്ട് അട്രാക്റ്റീവ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒത്തിരിയധികം ആളുകൾ പല പല സ്ഥലങ്ങളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നത് കാണാം. ഓരോ ഏരിയയിലും ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ്. ഇപ്പം കാണുന്ന ഈ സ്റ്റേജാണ്. ഈ സ്റ്റേജിനുള്ളിൽ നിങ്ങൾ കാണുന്നതാണ് ഫോട്ടോഗ്രാഫി ഫ്രെയിം. ഈ ഫോട്ടോഗ്രാഫി ഫ്രെയിമിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു വ്യൂ തന്നെയുണ്ട്. ആ ഫോട്ടോഗ്രാഫി ഫ്രെയിമിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അലൈൻ എഴുതി വെച്ചിരിക്കുന്ന ആ കാണുന്നതാണ് അലൈൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ കാണുന്നതാണ് അലൈൻ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. കൂടാതെ അത് ലൈറ്റുകൾ കൊണ്ട് കൂടുതൽ അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു വ്യൂ വളരെ മനോഹരമാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഒത്തിരി ഷോപ്പുകളെല്ലാം ഉണ്ട്, നമുക്ക് സാധനങ്ങളെല്ലാം വാങ്ങാം. അപ്പോൾ നമ്മൾ സമയം 10 മണിയായി. നമ്മൾ ഇന്ന് എൻട്രി ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാം, സെക്യൂരിറ്റീസുമാർ ഇപ്പോൾ ആരെയും അനുവദിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ തന്നെ നല്ലൊരു കാഴ്ച വീണ്ടും നമുക്ക് പ്രദാനം ചെയ്യും. 2 സൈഡിലായിട്ട് ലൈറ്റ്സൊക്കെ കൊടുത്ത് ഇവരെ ഈ കൂടുതൽ ആ എൻട്രി ചെയ്യുന്ന ആ എൻട്രൻസിൻ്റെ
കൂടുതലും ആകർഷണം കിട്ടത്തക്ക രീതിയിലാണ് ഇവർ വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ലൈറ്റുകൾ കൊണ്ട് ഇവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ലാർജ് ഏരിയ നിങ്ങൾ കാർ പാർക്കിംഗ് കാണാം. ഈ ഏരിയ കാർ പാർക്കിംഗ് തികച്ചും ഫ്രീ ആണ്, ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഈ കാണുന്നതാണ് കുട്ടികൾക്കുള്ള കളിക്കാനുള്ള സ്ഥലം. ഇതിന് റൈറ്റ് സൈഡിലായിട്ട് ഫാമിലിക്ക് ടെൻറ്റ് ചെയ്യാനും ഫാമിലിക്ക് സ്റ്റേ ചെയ്യാനുള്ള ഒരു ഏരിയയും ഉണ്ട്, വാക്കിംഗ് ട്രാക്കുണ്ട്. അപ്പോൾ ഈ ജഹല്ലി പാർക്കിലെ കഴിഞ്ഞ ഫെസ്റ്റിവലിനെക്കാട്ടിലും കൂടുതൽ മനോഹരമാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫെസിലിറ്റീസ് എല്ലാം ഉപയോഗിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് ജിതിൻസ് ടിപ്സ് ആൻഡ് ട്രാവൽ. സീ യു അഗെയിൻ. ബൈ ബൈ.